guys, this is Arun and welcome back to my channel Introducing Bro. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മളുടെ ബാനർ ആർട്ട് യൂട്യൂബിലെ ബാനർ ആർട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന്. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് ആവശ്യം വേണ്ട ആപ്പ് ഏതാണെന്ന് വെച്ചാൽ കവർ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പും പിക്സാർട്ട് പറഞ്ഞൊരു ആപ്പുമാണ്. പിക്സാർട്ടിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞോട്ട് ഇട്ടിരുന്നു. പിക്സാർട്ട് ഉണ്ട് നല്ല, പക്ഷേ വേറൊരു വീഡിയോ ആണ്, നിങ്ങൾ പോയി കാണുക. പിന്നെ ആ ബാനർ ആർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കവർ മേക്കറിൻ്റെ ലിങ്കും പിക്സാർട്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ കവർ മേക്കർ ഓൺ ആക്കുക. കവർ മേക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ശേഷം ക്രിയേറ്റ് കവർ അടിക്കുക. ക്രിയേറ്റ് കവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ബാനർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിന്ന് അളവെടുത്ത് നമുക്ക് നമ്മുടെ പിക്സാർട്ടിലാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് നല്ല ടെക്സ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതാ നമ്മൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ കാണും ഇവിടെ യൂട്യൂബിൽ നമ്മൾ 2560 × 1440 ഉള്ള ഒരു കവറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കവർ എന്ന് പറഞ്ഞാണ് ചൂസ് ചെയ്യുന്നത്. കവർ എടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ട സംഭവം വെക്കുക. ഞാൻ ഇപ്പോൾ വെറും കളർ എടുക്കുന്നുള്ളൂ. കളർ എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പിക്സാർട്ടിൽ നിന്ന് മാറ്റാം. പിന്നെ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ആ ടിക്ക് മാർക്ക് അടിക്കണം. നിങ്ങൾക്ക് റേഷ്യോ കറക്റ്റാക്കിയിട്ട് ടിക്ക് മാർക്ക് അടിക്കണം. എന്നിട്ട് നമ്മൾ മുകളിലത്തെ നിങ്ങൾക്ക് ഇത് തന്നെ എഡിറ്റ് ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ആപ്പാണ്. പക്ഷേ എനിക്ക് പിക്സാർട്ടാണ് ഇഷ്ടം. അതിൽ കുറേ എക്സ്ട്രാ സംഭവങ്ങളുണ്ട്. ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിൻ്റെ ചിഹ്നം മുകളിലുണ്ടാവും, അത് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം കുറച്ച് ലോഡായിട്ട് റേറ്റ് ചെയ്യാൻ പറയും. ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് അടിക്കാം. സോറി. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പിക്സാർട്ട്. നമ്മൾ പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ അടിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ പിക്ചർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇതാ ഞാൻ ഈ ബ്ലാങ്കാണ് നേരത്തെ ഉണ്ടാക്കി വെച്ചത്. ഇതാണ് കറക്റ്റ് സൈസ്. ഇനി നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറാണ് വേണ്ടത് വെച്ചാൽ സ്റ്റിക്കർ ഞാൻ എൻ്റെ ഒരു സ്റ്റിക്കറാണ് ഇടുന്നത് എൻ്റെ മുകളിൽ. നമ്മൾ കൃത്യം നടുക്കന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടാവും. അതിൻ്റെ ടെക്സ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യണം. താങ്ക്സ് ഫോർ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് ഞാൻ ടിക്ക് ബട്ടൺ അടിക്കുകയാണ്. ടിക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണില്ല, കാരണം കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ അടിയിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് എടുത്തിട്ട് നമ്മൾ കളർ ഏതാ വേണ്ടത് ചൂസ് ചെയ്യാം. പിന്നെ ഫോണ്ട് എങ്ങനത്തെ ഫോണ്ട് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്യാണ്. എന്നിട്ട് ഇത് ഇത്ര ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ബട്ടൺ ഒന്നിൽ അടിക്കാം. എന്നിട്ട് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സേക്ക് ആഡ് ചെയ്യാം. അവിടെ സെർച്ച് ചെയ്തവർക്കും ചെയ്യാൻ വേണമെങ്കിൽ. ഞാൻ അപ്പോൾ ഇത് ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ വെറുതെ കാണിച്ചു തരാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ഞാൻ അപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും ആക്കണില്ല. ഇങ്ങനെ കുറച്ച് നടുക്ക് രണ്ട് ഭാഗത്തും കുറച്ച് സ്പേസ് കിട്ടണം. പിന്നെ താഴത്തും മുകളിലും കുറച്ചുകൂടി കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയാവും. ലാസ്റ്റ് ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ലാസ്റ്റിന് പണിയായി. എന്നിട്ട് നമ്മൾ ആ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ ഒരു ആരോ മാർക്ക് വരും. അത് ആരോ മാർക്ക് വന്നു.
ആരോ മാർക്ക് അമർത്താം. എന്നിട്ട് നമ്മൾ ആരോ മാർക്ക് അമർത്തിയിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ഗൂഗിളിൽ പോവുക, ഗാലറി എടുക്കുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പാവങ്ങളാണ്, ഷെയർ ചെയ്യുന്ന ആവശ്യമില്ല. അപ്പോൾ വേറെ വീഡിയോ കാണാം. ബൈ.